ഹലോ ഫ്രണ്ട്സ്. ഹലോ ഹലോ ഹലോ. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴത്തേക്കാണ് ഞാനും മിൻഹാജും കൂടി അൽസുദയിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചത്. അപ്പോഴത്തേക്ക് കുമാർ അതറിഞ്ഞ് അവനും വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നേരെ ഇബ്രാഹിമിൻ്റെ വണ്ടി വിളിച്ച് ഞങ്ങൾ 4 പേരും കൂടി സുദയിൽ പോകുന്ന വീഡിയോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ മഴയും കൂടെ തന്നെ എത്തിയിട്ടുണ്ടേ. നമ്മൾ അബഹയിൽ അൽസുദ എന്ന് പറഞ്ഞത് സമുദ്രനിരപ്പിൽ നിന്ന് 18,000 മീറ്റർ ഉയരത്തിലുള്ള സ്ഥലമെന്നാണ് പറയണത്. ആരൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. സൂപ്പർ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഞാനും ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോകുന്നത്. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. എൻ്റെ റൂമിൽ നിന്ന് 13 കിലോമീറ്ററാണ് അൽസുദയ്ക്ക്. നല്ല മൂടൽ മഞ്ഞ്, മലകള്, ചെടികള്, നാട്ടിലത്തെ പോലെ എന്നൊക്കെ കാണാന്നാണ് പറയണത്. പറഞ്ഞ കണക്ക് തന്നെ ഇങ്ങോട്ട് വരുന്തോറും മരങ്ങളും ചെടികളും പിന്നെ വീടുകളും ബിൽഡിംഗ് ഒക്കെ കുറവാണ് കേട്ടോ. എന്തോ നിങ്ങളുടെ പറയണമെന്ന് പറഞ്ഞേ അത് കേട്ടോ. आज हम लोग सुधा जा रहे हैं. जिंदगी भर के बाद तो होटल से छुट्टी मिलता हम लोगों को. तो आज हम लोग सुधा टहलने जा रहे हैं. दोस्तों अभी ड्यूटी छोड़ के जा रहे हैं. ഡ്യൂട്ടി കളഞ്ഞിട്ടാണ് പറഞ്ഞത്. ഡ്യൂട്ടി ടൈമിൽ കള്ളത്തരം പറഞ്ഞ് വയ്യാന്ന് പറഞ്ഞ് ചാടിയിട്ട് നമ്മളെ കൂടെ ഇബ്രാഹിം هلا هلا അൽസുദ كيف كويس ولا ما في كويس. ഇങ്ങോട്ട് പോകുന്തോറും എല്ലാ മലകളിലും ഒരുപാട് ചെടികളും മരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളെ നാട് പോലെയൊക്കെ തന്നെ. ഇവിടെ ഇബ്രാഹിമിന് നിസ്കരിക്കാൻ പോകാൻ സ്ഥല ടൈമായി. നിസ്കരിക്കേണ്ട ടൈമായി. അങ്ങനെ ഇവിടെ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തി. ഇവിടെ മസ്ജിദ് ഉണ്ട്, പള്ളി, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ മുകളിലോട്ട് പോകുമ്പോൾ കുരങ്ങന്മാർക്കൊക്കെ എല്ലാവരും പഴങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന സ്ഥലമുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതൊക്കെ കിലോ ഹിന്ദി ഖലീൽ അനാ ഹിന്ദി അതൊക്കെ കിലോ കം യാ ഹബീബി അതൊക്കെ കിലോ കം. നമ്മുടെ ഇന്ത്യയുടെ വാങ്ങിയെന്ന് അവർ പറയുന്ന നേപ്പാൾ. അച്ഛാ ഇന്ത്യക്കാരല്ല, നേപ്പാളാ. सुधा सुधा जाएगा तो कैसे लगता है भैया? बहुत अच्छा है अल-सुधा. अच्छा जगह है ना. അങ്ങനെ മാങ്ങയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി പെപ്സി കോള എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു വന്നതാ. അവിടെ വിൽക്കാൻ വെച്ചിരുന്ന മാങ്ങ നമ്മളെ ഇന്ത്യയുടേതാണെന്നാണ് പറഞ്ഞത്. 440 രൂപ, നാട്ടിൽ 440 രൂപ, ഇവിടുത്തെ 20 റിയാലാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞ് 10 റിയാലിന് കിലോയ്ക്ക് മേടിച്ച്. പിന്നെ ഇവിടെ നിന്ന് പോകാനായിട്ട് നേരമായി. അങ്ങനെ നമ്മുടെ ഇബ്രാഹിം തിരിച്ചെത്തി. യാത്ര തിരിച്ച് ഞങ്ങളെ കണ്ടോണ്ടിരുന്ന നിങ്ങൾക്ക് കേട്ടോ. അതുകൊണ്ട് നമ്മളെ മാങ്ങ മേടിച്ച ചേട്ടൻ അവിടെ നിന്ന് ടാറ്റ പറഞ്ഞു. കാണാൻ പറ്റില്ല. കുമാർ തും മിസിൽ മാർ ദോ. ഇതാണ് ഇവിടെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളായിട്ടോ. വെള്ളം പൈസ കൊടുത്ത് വാങ്ങി കൃഷി ചെയ്യുന്നവരാ. നമ്മളെ നാട്ടിലൊക്കെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നിട്ടും കൃഷി ആർക്കും വയ്യ. പിന്നെ നമ്മളെ നാട്ടില് കൃഷിക്കാരെ കുറ്റം പറയാനും പറ്റൂല. നമ്മളിപ്പോഴേ ഒരുപാട് ഉയരത്തിലാണ് കേട്ടോ. ഇത് കുറച്ചുകൂടി അപ്പുറത്തോട്ടല്ലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഉയരമുള്ള സ്ഥലമാണ്. അതിനുശേഷം മൊത്തം എല്ലായിടും ഒരുപാട് കൃഷി സ്ഥലമുണ്ട് കേട്ടോ. മൊത്തം കൃഷിയാണ്, കാട് കണക്ക് തോന്നും. അയ്യോ, ഇതാണ് അൽസുദയിലെ ആദ്യത്തെ ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. നമ്മളിപ്പോഴേ ഒരുപാട് ഉയരത്തിലാണ് കേട്ടോ. ഇത് കുറച്ചുകൂടി അപ്പുറത്തോട്ടല്ലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഉയരമുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് ഞാൻ കാട് കാണിച്ചുതരാം കേട്ടോ. ഇതിന്റെ ഇടയിൽ നിറച്ചും കുരങ്ങന്മാരാണ്. ഇപ്പൊ മഴ ചെയ്തുകൊണ്ട് എല്ലാം ഇവിടേക്ക് പോയിരിക്കുക. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പുറത്ത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെ ഫാൻ. അങ്ങനെ നമ്മള് അൽസുദ എത്തി. ഐസ്ക്രീം ഉണ്ട് ഇബ്രാഹിം. അയ്യോ, സംഭവം ഐസ്ക്രീം വണ്ടി കണ്ടുകൊണ്ട് ഐസ്ക്രീം മേടിക്കാൻ നിർത്തിയതാ. അപ്പോഴാണ് ഒരു സാധനം കണ്ടത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നാട്ടിലുള്ളവർക്ക് വലിയ അത്ഭുതമൊന്നും തോന്നൂലെങ്കിലും അടിപൊളി സ്ഥലം കേട്ടാ. ഈ വെള്ള പൊടിപെടലം കണക്ക് കാണുന്നത് മൂടൽ മഞ്ഞാണ് കേട്ടോ. ലൈറ്റായിട്ടേ ഉള്ളൂ. പിന്നെ ആ താഴെ വെള്ള കളറിൽ കാണുന്ന മൊത്തം വീടുകളാണ്. ഇവിടുന്ന് കുറച്ചുകൂടി മുകളിലോട്ട് പോയാൽ കുരങ്ങന്മാരെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇപ്പം വേറൊരു ആൾക്കാർ വന്നായിരുന്നു, അവരാ പറഞ്ഞത്.
यशोदे अम्मा 10,000 का है मेरे को आइसक्रीम चाहिए इब्राहिम इंडिया आइसक्रीम का बिना जी आइसक्रीम मैं बोला चलो या मिनाज मिनाज बड़ी उड़ते हैं मिनाज मिनाज बोल रहा है അങ്ങനെ മിനാജിനെ കൊണ്ട് ഐസ്ക്രീം മേടിപ്പിക്കുകയാണ് कितना का है वेनिला हाँ चॉकलेट वनीला स्ट्रॉबेरी वेनिला चॉकलेट वेनिला मैंगो वेनिला क्या चाहिए उसको छोड़ दो भैया कितना है रेट एक हाँ ओ 5 रियल वाला चार दे दो നമ്മൾ 5 രൂപയ്ക്കുള്ളതേ മേടിക്കുന്നുള്ളൂ कौन सा चाहिए वही दे रहा है 5 रुपए अच्छा वाला दे दो भैया अस्सलाम वालेकुम आइसक्रीम 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 എല്ലാരും ഐസ്ക്രീം കുടിച്ച് कुमार ओ इब्राहिम कैसे आइसक्रीम पीता है देखो ഐസ്ക്രീം കൊന്ന് കൊല വിളിച്ച് നമ്മളുടെ പിടങ്ങി ഐസ്ക്രീം അങ്ങനെ നമ്മൾ കളിയാക്കിയോണ്ട് ഐസ്ക്രീമൊക്കെ കളഞ്ഞിട്ട് ഇബ്രാഹിം പോയി അവിടുന്ന് ഫൈൻ മേടിച്ച് മുഖം തുടച്ച് നമ്മളങ്ങനെ വീണ്ടും യാത്ര അവിടുന്ന് കുറച്ചുകൂടി മുകളിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോഴാണ് നമ്മൾ കാത്തിരുന്ന ആളിനെ കണ്ടത്. എന്റെ പോലെ ഇത് ഇന്ത്യയൊക്കെ ജേസാ നെയ്യേ ഈശ്വര അടിക്കൂല്ലെന്നൊന്നും അറിഞ്ഞൂടാ, സംഭവം പൊളിയാട്ടാ. നമ്മളിവിടെ കുരങ്ങന്മാരുടെ അടുത്തോട്ട് പൊയ്ക്കൂടെ ഏട്ടാ, എങ്കിൽ അലാറം അടിക്കും. ഇത് നമ്മളെ നാട്ടിലത്തെ പോലെ ആയിട്ടില്ല ഏട്ടാ, എന്തോ ഒരു വൃത്തിയിട്ട കുരങ്ങ. ഇവിടെ ഒന്നൊന്നുമില്ല കേട്ടോ, ഒരുപാടുണ്ട്. ആ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കുരങ്ങന്മാരെ കാണാം. അങ്ങനെ ഇവിടുത്തെ കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ട് കുറച്ചുകൂടി മുകളിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച് പോയി നോക്കാം. അവിടുന്ന് കുറച്ചുകൂടി മുകളിലോട്ട് വന്നപ്പം ഇവിടെ എത്തി. ഇവിടെ ഈ ഇതിൽ കാണും പോലെ അല്ല കേട്ടോ, നല്ല കുഴിയാ. അങ്ങ് താഴെ വരെയുള്ള റോഡുകളാണ്. ഇവിടെ ഏറ്റവും താഴെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രാമം ഉണ്ടെന്ന് പറയണം. ഇവിടെ എന്നിട്ടൊന്നും കാണാനൊന്നുമില്ല. സൂപ്പറാട്ടാ. ये जगह कैसे लग रहा है? अच्छा है, हमारा इंडिया बांग्लादेश का जैसा इतना अच्छा नहीं है. कश्मीर है तो कितना अच्छा है, इधर इतना अच्छा नहीं है. बस हम सोचा जैसा ऐसा इतना अच्छा नहीं निकला. बस हमारा जगह में बांग्लादेश में और इंडिया में बहुत अच्छा अच्छा व्यू पॉइंट है, बस इधर इतना अच्छा नहीं है. जैसे सोच के आया हम लोग, इतना बड़ा सोच के आया, बस निकला तो इतना है. എല്ലാം മനസ്സിലായല്ലോ അല്ലേ? തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് ഒരാൾ വന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക. ബൈ ബൈ. ഇവിടുത്തെ എല്ലാ കുരങ്ങിൻ്റെയും പിന്നാമ്പുറം മൊത്തം ചുവന്ന കളറാട്ടാ. ആ സംഭവം ഈ കല്ലിലൊക്കെ ഇരുന്ന് മണ്ണും കല്ലിലൊക്കെ ഇരുന്ന് രോമളയിൽ പോയെന്നാ ഒരു പറയുന്ന. മിനാജ് ബൈ ബൈ. മിനാജ് മിനാജ് ബൈ. ഇത്ര नहीं डर रहा है ना, ഇവർ അത്രയ്ക്ക് പേടിയൊന്നും ഇല്ല കേട്ടാ. ആ ഫുഡ് കിട്ടുമെന്നും പറഞ്ഞു വന്നിരിക്കുന്നതാ. കുമാർ ബൈ. നമ്മൾ പോവാൻ നേരത്താണ് മ്യൂസിയം ഉണ്ടെന്ന് കേട്ടത് ബോർഡ്. അപ്പൊ നമ്മൾ മ്യൂസിയത്തിൽ കൂടി പോവാന്ന് വിചാരിച്ചു കേട്ടാ. ഇബ്രാഹിം മിക്കാറിനെ കൊല്ലം. ഇബ്രാഹിം റോ മ്യൂസിയം. റോ മ്യൂസിയം എന്ന് വെച്ചാൽ നമുക്ക് മ്യൂസിയത്തിൽ പോവാന്ന്. അടിപൊളിയാണ് കേട്ടാ ഇബ്രാഹിം. നമ്മൾ കൊറേ ഒക്കെ വന്നേട്ടാ, എന്നിട്ട് മ്യൂസിയം കാണാനില്ല. ക്ലിനിക്കൽ സെന്റർ ക്ലിനിക്കൽ സെന്റർ ഒക്കെ എഴുതി കാണിച്ചേക്കുന്നത്, മ്യൂസിയം കാണാനില്ല. അവിടെ കുറച്ച് പാകിസ്ഥാനികൾ ഇരിക്കുന്നുണ്ട്, അവരോടൊന്ന് ചോദിച്ചു നോക്കാം. अस्सलाम वालेकुम भैया, ये म्यूजियम किधर है? म्यूजियम अरे ايش كلام عربي ده كلام متحف 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 وين مطم متحف مطم عبارة عن جفر مطم مطم مكان صغير مطم هناك مع السلامة
ഇബ്രാഹിം മ്യൂസിയത്തിന്റെ മഹത്താം എന്ന് പറയും. ഈ മത്താം എന്ന് പറഞ്ഞാൽ ഹോട്ടലാണ്. അപ്പൊ പാകിസ്ഥാനികൾക്ക് മത്താം എന്ന് അറിയാവുള്ളൂ. അങ്ങനെ എനിക്ക് പണി കിട്ടി. ഒരു തുണിക്കട എത്തിയേട്ടാ അൽസുദയിലെ. अस्सलाम वालेकुम भैया, आप किधर से? ഇന്ത്യ? മലയാളിയാ? നമ്മളൊരു മലയാളി ചേട്ടൻ അവസാനം എല്ലാവരും ചുറ്റി ചേട്ടാ മ്യൂസിയം എവിടെയാണ് ഇവിടുത്തെ? ആ ലെഫ്റ്റ് ഏരിയ ആണോ അല്ലേ? അവിടെ എങ്ങനെ കയറി? ഇപ്പൊ ടൈം ഓപ്പൺ ആയിരിക്കുമല്ലോ. ആ ചേട്ടാ നാട്ടിൽ എവിടാ? കൊല്ലം. ഞാൻ തിരുവനന്തപുരം ആറ്റിങ്ങല്ലേ. ചേട്ടൻ പേരെന്തോ? മധു. ഓക്കെ, എപ്പോഴെങ്കിലും കാണാൻ. ശരി, പോട്ടെ. എന്നാ ലേറ്റ് ആയി. ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളിയാണോ എന്ന് പറഞ്ഞ സത്യമാണ് കേട്ടോ. അങ്ങനെ വഴിയൊക്കെ കിട്ടി. നമ്മളടുത്ത് ഇവിടെ നിന്ന് യാത്ര ഇരിക്കുന്നു. ആ ചേട്ടാ പറഞ്ഞ നീല ബോർഡ് ഇതാണ് കേട്ടാ. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മ്യൂസിയം എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാവേ. അങ്ങനെ നമ്മൾ മ്യൂസിയം എത്താറായി. സൗദിയിലെ പഴയ ആയുധങ്ങളോ എന്തൊക്കെയോ അവിടെ ഉണ്ടെന്നാണ് പറയണത്. നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. മിൻഹാജ് आदमी बोल रहे हैं पहले का गन है ना, गन चाकू जैसा सामान पूरा वो म्यूजियम में है. 2-3 दिन चलेगा. तुम तीनों का मैं मारेगा. ഞാൻ അറിഞ്ഞില്ല ഒരു സൈക്കോയുടെ കൂടെയാണ് വന്നത്. ഞാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. सबको हटा दूंगा. അതൊക്കെ അതാ റോബക്കാൻ സിക്കിൻ ഇതിന് നഫർ സോയി മോത്തുന്ന വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞ അവന്മാരുണ്ടായിട്ട് നിന്നെ കൊല്ലുന്നാണ് പറഞ്ഞത് ഇബ്രാഹിം. അങ്ങനെ നമ്മള് അബഹ മ്യൂസിയം ഇതാണെന്ന് തോന്നുന്നു. അയ്യോ അതാ എന്റെ മോനെ വന്നില്ലായിരുന്നെങ്കിൽ വൻ നഷ്ടമായി പോയരാ. ഇവിടെ ഒരു ബയ്യാജി നിപ്പോട്ട്. നമുക്ക് ബയ്യാജിയുടെ ചോദിക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ സെറ്റപ്പ് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല കേട്ടാ, സൂപ്പർ. ഇവിടുത്തെ പഴയകാല സ്ഥലങ്ങൾ. अस्सलाम वालेकुम, कैसे भैया? ठीक है. वीडियो कुछ प्रॉब्लम नहीं है ना? इंडिया है, इंडिया है, बांग्लादेश है, पूरे आदमी है भैया. इधर अंदर जाने के लिए रेट कितना है? कितना है एक आदमी को? भैया आप किधर से? पाकिस्तान? ഇത് പാകിസ്ഥാനിൽ നിന്നാണ്. പുള്ളിയാണ് പറഞ്ഞത് റേറ്റ് എല്ലാവർക്കും സൗദികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 15 റിയലാണ്. നമുക്ക് 10 ഇട്ട് തരാമെന്ന് പറഞ്ഞ് 5 ഇട്ട് കിട്ടുമെന്ന് നോക്കിയാൽ. भैया 5 में हो जाएगा? थोड़ा हेल्प करो, हम 4 आदमी है. 20 रियल को नहीं होता है? 25? अरे वैसे नहीं बोलो. 30 में हो जाएगा ना? 30 में 4 आदमी है. 4 आदमी एक आदमी सऊदी है भैया, थोड़ा एडजस्ट करो ना. ചോദിച്ചോ ചിലപ്പോൾ കിട്ടും. ഓക്കെ ഹോ ഗയാ, 30 में हो गया. അപ്പോൾ നമ്മൾ 20, 40, 60, 80 റിയാൽ ആളായിരുന്നു. പറഞ്ഞു ഏറ്റവും അവസാനം 30 റിയാലിൽ ഒപ്പിച്ച്. അങ്ങനെ അവസാനം നമ്മൾ കയറാൻ തന്നെ തീരുമാനിച്ചേട്ടാ. ഇതിനു മുമ്പ് ഇവിടെ കാറൊക്കെ കിടപ്പുണ്ട്. ഞാൻ പിന്നീട് ഇറങ്ങിയിട്ട് കാണിച്ചുതരാം എല്ലാവർക്കും വീഡിയോ. അങ്ങനെ വിലപേശി भैया 30 ले लो, 25 ले लो. सॉरी आप थोड़ा अंदर जाएगा तो बात किसी को नहीं मालूम है ना भैया. ओके छोड़ो, 30 ले लो. 25 ले लो. हमसे शरीफ हो गया. हाँ 25 पुली पावोटा. हाँ 25 डाल दो. हो गया. പറഞ്ഞു അവസാനം 25 എത്തി. അങ്ങനെ ഏറ്റവും അവസാനം ഞങ്ങൾ മ്യൂസിയത്തിൽ കയറാൻ പോവുകയാണ്. ഇവിടെ എങ്ങനെ ഉണ്ടെന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. അങ്ങനെ നേരെ അകത്ത് കയറി. ഇവിടുത്തെ പണ്ടത്തെ രാജാക്കന്മാരങ്ങനെ ആയിരിക്കും അറിഞ്ഞുകൂടാ. പണ്ടത്തെ കട്ടില് നമ്മളെ റാന്തലുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. വീൽ ചെയർ. എൻ്റെ അമ്മേ, ഇത് പണ്ടത്തെ ആയുധങ്ങളാണ് കേട്ടാ. കത്തി സാധനങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യനല്ല, ഞാൻ ഒന്ന് പേടിച്ചായിരുന്നേ. ഇത് പണ്ടത്തെ ലേഡീസിൻ്റെ ഡ്രസ്സാ. ഇവിടുത്തെ ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആ നമ്മുടെ ഇവിടെയും കാളകൊണ്ട് വയലൊഴുവായിരുന്നു. ഇത് പണ്ടത്തെ അബീബി ഹേനാ. ആ ഇത് പണ്ടത്തെ സ്റ്റൈലാട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ പണ്ടത്തെ പാത്രങ്ങളാണ്. ഇത് പുട്ടുകുറ്റിയ അല്ല, പുട്ടുകുറ്റികളൊക്കെ എന്തൊക്കെയുണ്ട്, ഒരു പിടിയും കിട്ടുന്നില്ല. ആ പണ്ട് കാലത്തെ താക്കോല്, പൂട്ട് തകൽ, ഇതൊക്കെ ഇപ്പോഴും ഉള്ളതല്ലേ. ഇതൊക്കെ വെറൈറ്റി സാധനം കേട്ടോ.
കാരണം ഇവിടുത്തെ രാജാക്കന്മാർ. പിന്നെ ഇവിടെ ഒരു തൊപ്പി ഇരിക്കുന്നു. കെട്ടി വെച്ചിട്ടുണ്ടോ അറിയാൻ വയ്യ. ഇല്ല, ഏതെങ്കിലും രാജാവ് വെച്ച തൊപ്പിയാണെങ്കിലാന്ന് കരുതി ഞാനും എടുത്ത് വെച്ച്. പിന്നെ നേരെ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്തൊക്കെയാ പഴയ പഴയ സാധനങ്ങളാട്ടാ. എല്ലാം പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ സൗദി ആയതുകൊണ്ട്, ശരി ഞാൻ സൗദി അല്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഷവ്വലാട്ടാ പണ്ടത്തെ. ഇത് പണ്ടത്തെ ഇസ്തിരിയാണേ. യാ മോനെ, വെറൈറ്റി കുറെ ഒരുപാട് ഇസ്തിരികളുണ്ട് കേട്ടാ. ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതാണ് കേട്ടാ. ഒറിജിനലാണ്. മാനോ എന്താ കണ്ടാണ്, മാനാണെന്ന് തോന്നുന്നു കൊമ്പ് വേണ്ടിയിട്ട്. ആ മാന്, കലമാനെന്ന് വിജയകളി. പക്ഷെ കലമാനല്ല, ഇതേതോ വലിയ തല, പക്ഷേ കൊമ്പുള്ള ഒന്നുമല്ല. ഇതൊരാടാണെന്ന് തന്നെ അങ്ങ് വിചാരിക്കാം. പിന്നെ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാ ഹെ മിൻഹാജ്. ഇത് മറ്റേ അരക്കല്ലാണ്, നമ്മളാ അമ്മിക്കല്ല്. നമ്മളെ അമ്മിക്കല്ലുണ്ട്. ഇതെന്തിനാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇതൊരു ചാക്കുപ്പര. ഇവിടെ എന്തൊക്കെ ആയുധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതാ. ഇതൊക്കെ പണ്ട് ഇവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ഇതൊക്കെ. ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു മലയാളി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉതിർത്തേക്കോ ക്ലാസ്മേ. ഇതൊക്കെ മരങ്ങളില നമ്മളാ ഇടികല്ല് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഹാർമോണിയം റേഡിയോ. റേഡിയോ, പണ്ടത്തെ റേഡിയോ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ശരി, ഞാൻ കണ്ടുപിടിച്ചല്ല, ഞാനൊരു മാർക്കോണിയ. ഇത് റേഡിയോ തന്നെ, ഫുൾ റേഡിയോ. ഇത് പഴയകാല TV ഉണ്ട്. പിന്നെ നിങ്ങളെ ഞെട്ടിക്കണ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഒറിജിനലാ. കൊണ്ടുപോയിരുന്നേ കൊള്ളാറുന്നുണ്ട്. പിന്നെ CCTV ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. സൗദിയിലെ പണ്ടത്തെ തോക്കുകളാ. മലപ്പുറം കത്തി, മിഷ്യൻ ഗണ്ണ്, അമ്പും വില്ലും. ഇതൊക്കെ പണ്ടത്തെ ഇവിടുത്തെ പട്ടാളക്കാരാണേ. ശരി, ഇന്ന് PUBG കളിക്കുന്നവർക്ക് അറിയാം. നമ്മളെ കാർ 98. AWM ഹേ ദേക്കോ. ഇത് സംഭവം ഗണ്ണുകൾ എല്ലാ വെറൈറ്റികളും ഉണ്ടേ. ഇനി അടുത്ത റൂമിലോട്ട് അറിയാം. കുമാർ ക്യാ ബനാരായേ? കുമാർ तो കുക്ക് ചെയ്യണേ. ക്യാ അടിപൊളി. അച്ഛാ, ഇതിന്റെ താഴെ തീയൊക്കെ ഉണ്ട് കേട്ടാ. എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് അറിയാമോ? ഏതൊക്കെ മൃഗങ്ങളുടെ എല്ലും തോലും ഒക്കെ ഉണ്ട് കേട്ടാ. തൂക്കിട്ടേക്കുക. അശയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഇത്രേ ഉള്ള. ഇനി ഇതിന്റെ പുറത്തെന്തോ ഉണ്ട് കേട്ടാ. ഇതാണ് സൗദിയിലെ വെള്ളമില്ലാത്ത കിണർ. ഇത് പണ്ട് കാലത്തെ ഓർമ്മയ്ക്ക് വെച്ചിരിക്കുന്ന ടോയ്ലറ്റാണ്. ഈ കിണറിൽ വെള്ളം കോരുന്ന സെറ്റപ്പ് എന്തൊക്കെയാണ് കേട്ടാ. എനിക്ക് അറിഞ്ഞൂടാ ഇതിനെ പറ്റിയൊന്നും. പറഞ്ഞുതരാൻ ഇവിടെ ആരുമില്ല. ഒരു മലയാളി ഉണ്ടെന്ന് പറഞ്ഞ പുള്ളിയാണെങ്കിൽ കാണാനുമില്ല. നമ്മൾ ഇനി അടുത്ത റൂമിലോട്ട് ഇറങ്ങും. ഇവിടെ എന്താണെന്ന് നോക്കാം. ഇതൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പാ. തയ്യൽ മെഷീൻ ഉണ്ട് കേട്ടാ. ഇത് നമ്മൾ പോയ സ്ഥലത്തിന് തിരിച്ചെത്തി. അതാ സെയിം ബോർഡർ. ഇത് ഗോതമ്പ് ഇതിന്റെ അകത്തിട്ടിട്ട് പൊടിക്കുന്ന സംഭവമാട്ടാ. മുദീർ ജാബിർ. സൗദി നമ്മളെ പോലെ ഒന്ന് തന്നെ, പേര് ജാബ്രീന. അങ്ങനെ പുള്ളി നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെ അതിനകത്തുള്ള എല്ലാം കണ്ടു തീർന്ന് നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ കുറച്ച് വണ്ടികൾ കിടക്കുന്നു, അതോടി കണ്ടിട്ട് വരാം. പണ്ടത്തെ വണ്ടികളാണ് കേട്ടോ. എല്ലാം നല്ല ചുവപ്പ് പെയിൻ്റ് അടിച്ച വണ്ടികളാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാണ് സൗദിയിലെ വണ്ടികൾ. അയ്യോ സൗദി റൗണ്ട് വീഡിയോ യൂട്യൂബ് ഫോട്ടോ എടുക്കുന്ന പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞതാട്ടാ. സലാമുദ്ദീൻ. അങ്ങനെ
പണ്ടത്തെ വണ്ടികളും കണ്ട് ഞാൻ നടക്കുകയാണ് കൂട്ടുകാരെ. സത്യത്തിൽ വട്ടായി ഏട്ടാ, എന്തിനാണ് വന്നതെന്ന് ഒരു പിടിയും കിട്ടല്ല. അപ്പുറത്ത് എന്ത് നോക്കാം. നെൽപ്പാടം പോലത്തെ കാട്. ഇവിടെ വന്നപ്പോൾ ഏതാ ഒരു 10-30 വർഷം പുറകിലോട്ട് പോയ കണക്കുണ്ട്. ഭയ്യ ആപ് കിധർ സേ? ആ ചേട്ടാ ഹുസൈൻ എന്താ പേര്? മറ്റേ തുണിക്കടയിലെ ചേട്ടൻ പറഞ്ഞിരുന്നു ഒരു മലയാളി ഇവിടെ ഉണ്ടെന്ന്. ആ അവിടുന്ന് വന്നപ്പോൾ വഴി ചോദിച്ചപ്പോഴത്തേക്ക് കുറച്ചപ്പുറത്താ, ഒരു 2 കിലോമീറ്റർ അവിടെ എവിടെയാണ് സ്ഥലം കിട്ടില്ല. നാട്ടിൽ എവിടെ ചേട്ടാ? തൃശ്ശൂര്. ഓക്കെ, ഞാൻ തിരുവനന്തപുരം. ഞാൻ അവിടെ സുധയിൽ വർക്ക് ചെയ്യണം ഹോട്ടലില്. ഫുന്ദുഖ് ഫിർബിയൻ. ആ നമ്മുടെ അമീറിന്റെ വീട്ടിന്റെ താഴെ. ഇവിടെ ഒരു കട ഇരിക്കണം. എന്തായാലും ഇവിടെ വരെ വന്നില്ല, നമുക്ക് കട കൂടി കയറി നോക്കാം. എന്തുണ്ടെന്ന് നോക്കാമേ. ഇതെങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? സൂപ്പർ അല്ലേ ചേട്ടാ? ഇതിന്റെ ഒക്കെ റേറ്റ് എത്ര ഏട്ടാ? വിൽക്കല്ലേ? 100 ഈ പാവ സംഭവം സൂപ്പർ സാധനം കേട്ടാ. നാട്ടിലെ 2200 രൂപ ആവും. അങ്ങനെ പാവ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. റേറ്റ് കിട്ടി കണ്ടപ്പോഴത്തേക്ക് വേണ്ടാന്ന് വെച്ച് കുമാറിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് മിൻഹാജ് പഠിപ്പിച്ചോണ്ടിരിക്കുക. ഓക്കേനാ? ഫോട്ടോ എടുത്തിട്ട് വരെ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓക്കേനാ മിൻഹാജ്? അങ്ങനെ നമ്മള് അൽസുദയും കണ്ട് അബഹ മ്യൂസിയവും കണ്ട് ഇബ്രാഹിം കട്ട വെയിറ്റിംഗ് ആണ്. ഭയ്യാ ബൈ. ഇതാണ് ഇതിന്റെ എല്ലാത്തിന്റെ നോക്ക് നടത്തിപ്പിക്കാരൻ. ഉദീർ ബൈ ബൈ സലാം. അങ്ങനെ ഇന്നത്തെ യാത്ര എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി മാങ്ങ തിന്നണം. മാങ്കോ നെയ് കയ സംഭവം മാങ്ങ വാങ്ങി വെച്ചിട്ട് നമ്മൾ തിന്നാൻ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ കണ്ട് കേട്ടൊക്കെ ചെയ്തെങ്കിലും മാങ്ങ ഇതിനകത്തൊന്നും ഒരു സമാധാനവും ഇല്ല. ഇതാണ് സൗദിയിലെ ഏറ്റവും വലിയ പുട്ടുകുറ്റി കേട്ടാ. നമ്മള് തിരിച്ച് റൂമിലോട്ട് പോയിട്ട് അതിന്റെ ഇടയിൽ ഒരു അടിപൊളി കോമഡി ഉണ്ടായി. ആ കോമഡിയാണ് ഇത്. അതാ പഴയ രാജാവിന്റെ തൊപ്പിയാണെന്ന് തോന്നുന്നു. ഇത് കുമാർ പറയണത് കുമാറിന് അവിടെ നിന്ന് ഏതൊരു അപ്പൂപ്പ ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. പക്ഷെ സത്യം പറയാം മിൻഹാജ്, कुमार को गिफ्ट मिला तो क्या सोच रहा है? वो चोर करके वो मोटिवेशन दे रहे कुमार, ये तू चोर करके आया ना क्या? आज रहा है सागा जोगन बन गई मन जोगी बाकी बस हो गया. കുമാർ തൊപ്പി അടിച്ചോണ്ടൊന്നുമില്ല കേട്ടോ. ഞാനും മിൻഹാജ് കൂടി അവനെ കളിപ്പിക്കാൻ പറഞ്ഞതാ. ഇവിടെ ഒരുത്തൻ ഇന്നാളെ ഡ്യൂട്ടി കഴിഞ്ഞു വന്നവനാ കിടന്ന് ഉറക്കമായി. കുമാർ അങ്ങനെ ഞങ്ങളുടെ റൂം എത്താറായി. വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാമേ.